ഈ ടോപ്പിക് കുറച്ച് ടഫാണ്, പക്ഷേ കുറച്ച് കാര്യങ്ങൾ എന്താണെങ്കിലും സംസാരിക്കണം. ഇതൊക്കെ ആരുടെ ലൈഫിൽ എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാവുന്ന വിഷയങ്ങളാണ്. അഖിൽ NRDയുടെ സീന് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. അഖിലിൻ്റെ വൈഫ് ഒളിച്ചോടിപ്പോയി. ഞാൻ ഈ കല്യാണം അറ്റൻഡ് ചെയ്തൊരു വ്യക്തിയാണ്. 2020 ലാസ്റ്റ് 21 മുതലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ അഖിൽ NRD ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ അത്ര ലൗഡ് ആൻഡ് വിസിബിൾ ഒന്നും അല്ല അത്, ബട്ട് റിയൽ ലൈഫിൽ അവൻ എന്തെങ്കിലും ഒന്നുള്ളപ്പോഴോ ഞാൻ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ബന്ധത്തിൽ വിളിച്ച് സംസാരിക്കുന്ന രണ്ട് വ്യക്തികളാണ് നിങ്ങൾ. അപ്പോൾ കല്യാണം ആയപ്പോഴും വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പോയിട്ടുണ്ടായിരുന്നു, അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും കേട്ട സമയത്ത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു, എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. കാരണം ഇവരാരും ഇപ്പോൾ അഖിൽ NRD എസ്പെഷ്യലി ബാക്കി കണ്ടൻറ്റുകൾ ചെയ്യുന്നു എന്നല്ലാതെ അവരുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്, അവരുടെ ജീവിതത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ളതൊന്നും പുറത്തറിയിച്ച് വ്ളോഗോ കാര്യങ്ങളോ ചെയ്യുന്നൊരു വ്യക്തിയൊന്നുമല്ല. ആൻഡ് അവരുടെ വീഡിയോസ് രണ്ടുപേരുടെയും കോംബോ വീഡിയോസ് ഒരുപാട്, അതായത് അഖിലിൻ്റെ സ്ക്രിപ്റ്റിലേക്ക് വൈഫും കൂടിയും വന്നതിന് ശേഷം കുറച്ചധികം വീഡിയോസ് നമ്മൾ കുറേ കാലമായിട്ട് കാണുന്നുണ്ട്. അവരുടെ ഒരു എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ അന്ന് മുതൽ നമ്മൾ ഈ കാര്യങ്ങൾ കാണുന്നുണ്ട്. സോ സീംസ് ടു ബി എ വെരി പെർഫെക്റ്റ് കപ്പിൾ. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പും അഖിലിനെ വിളിച്ച് സംസാരിച്ചൊരു വ്യക്തിയാണ്. ഓക്കെ ആയിട്ടിരിക്കുക എന്നല്ലാതെ നമുക്കൊന്നും പറയാനില്ല ഈ വിഷയത്തിൽ. പിന്നെ അഖിലിൻ്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാണെന്ന് വെച്ചാൽ അഖിൽ ആരും ബ്ലെയിം ചെയ്യില്ല. ഓക്കെ, എസ്പെഷ്യലി ഈ കേസിലൊക്കെ അഖിലിന് പറയാനുള്ളത് എത്രയേ ഉള്ളൂ, പോയൊരു പോയി, കഴിഞ്ഞത് കഴിഞ്ഞു, ലീവ് ഇറ്റ്. പിന്നെ എൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സീൻ വന്നാലും ഇങ്ങനത്തെ ഒരു പ്രൊഫൈലാണത്, വീഡിയോ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജോബ്. അപ്പോൾ ഐ ഹാവ് ടു ഡു വീഡിയോ. അപ്പോൾ ഞാൻ എന്തായാലും അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എന്തായാലും വീഡിയോ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തും. അവനെ കമൻറ്റ് ബോക്സിനകത്തും പേഴ്സണൽ മെസ്സേജിനകത്തും അഖിലിൻ്റെ വിഷയം സംസാരിക്കുന്നുണ്ട്. ഓബിയസ്ലി ആ പുഷ് എനിക്ക് വരും. ഐ ഹാവ് ടു ഡു ദിസ്. ബട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. അഖിലിൻ്റെ കേസ് സോഷ്യൽ മീഡിയയിൽ ഞാൻ ആദ്യം കണ്ടത് ആരാ എന്താണെന്നൊന്നും പറയാതെ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് വന്നു. അതിൽ ആരുടെ പേരും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതായത് ഏറ്റവും വലിയ വഞ്ചനയാണ് അവിഹിതം എന്ന കഴപ്പ് പിടിച്ച പരിപാടി, വഞ്ചിക്കപ്പെട്ടവൾ ഭൂമി പിളർന്നു പോയിരുന്നെങ്കിൽ എന്ന് ഒറ്റ നിമിഷം ചിന്തിച്ചു കാണും, എൻ്റെ കഴിവുകേട് എന്നൊക്കെയുള്ള കുറ്റപ്പെടുത്തൽ, നാണക്കേട് വേറെ, ഹാർട്ട് ബ്രേക്ക് വേറെ, തൻ്റെ കൂടെ ലൈഫ് പങ്കിട്ട ആൾ മറ്റൊരാൾക്കൊപ്പം അതേസമയം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒന്നാകുന്ന ഒരു മൊമെൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനൊരു സാധനമാണോ ഞാൻ ആദ്യം ഫേസ്ബുക്കിൽ കണ്ട സമയത്തും എനിക്കിത് ആരെക്കുറിച്ചാണ് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചൊന്നും ഐഡിയ നമുക്ക് ഉണ്ടാവില്ലല്ലോ. ബട്ട് അതിൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് പോയി നോക്കുമ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായിട്ട് ഇന്ന വ്യക്തിയാണെന്നുള്ളത് പുറം ലോകത്തിനെ അറിയിക്കാൻ വേണ്ടി തന്നെ ഇട്ട സാധനങ്ങളാണ് ആകുന്നതുകൊണ്ട് കമൻറ്റ് ബോക്സിൽ പോയപ്പോൾ ഇറ്റ്സ് റിലേറ്റഡ് അഖിൽ NRD എന്ന് മനസ്സിലാവുന്നു ഇന്നലെ തന്നെ. പിന്നെ ലേറ്റർ ഒരു രാത്രി ആയപ്പോഴത്തേക്ക് ഒരു ലോഡ് വോയിസുകൾ, അത് ഈ അഖിൽ NRDൻ്റെ വീടിനടുത്തുനിന്നുള്ള പയ്യന്മാരാന്നൊക്കെ പറഞ്ഞ കുറേ വോയിസുകളാണ് എനിക്ക് കിട്ടിയത്. ആ വോയിസും ഞാനിവിടെ പ്ലേ ചെയ്യുന്നില്ല. അതിൻ്റെയൊക്കെ ഒരു ഹാപ്പിനെസ് ഉണ്ട് ആൾക്കാർക്ക്. അതായത് ഒരാളുടെ ലൈഫിന് തകർന്നു പോയപ്പോൾ, അല്ലെങ്കിൽ അവൻ്റെ ഭാര്യ ഒളിച്ചോടി എന്നൊക്കെ പറയുമ്പോൾ ഉള്ളൊരു ഹാപ്പിനെസ്. ഞാൻ ആലോചിക്കുന്നത് ഈ നാട്ടുകാർ ചിന്തിക്കുന്നില്ലേ, അവർക്കും നാളുകളിൽ ഇതേപോലൊരു ഇഷ്യൂ ലൈഫിൽ സംഭവിച്ചാൽ എന്തായിരിക്കുമെന്ന്. ഇവരൊക്കെ പബ്ലിക്കിലുള്ള സെലിബ്രിറ്റി ഫേസുള്ള മുഖങ്ങളാണ്, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള മുഖങ്ങളാണ് എന്നുള്ളത് കൊണ്ട് ഇവരുടെ ഒളിച്ചോട്ടും ഇവരുടെ പ്രശ്നങ്ങളൊക്കെ അത് കുറച്ചും കൂടി ഒരു മെച്യൂറായിട്ട് ഈവൻ കമൻറ്റ് ബോക്സും വീഡിയോ ചെയ്യുന്ന ഒരു ഓഡിയൻസും കൂടി എടുക്കണം എന്നേ എനിക്ക് പറയാനുള്ളൂ ഈ വിഷയങ്ങളിൽ. അപ്പോൾ ഈ ഒരു അഖിൽ NRD എന്ന് പറഞ്ഞ വ്യക്തി, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പേഴ്സണലി അറിയുന്ന അഖിൽ NRDയുടെ ലൈഫ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അവൻ എന്തെന്ന് പറയുമ്പോൾ കുറേയൊക്കെ ഇൻസെക്യൂരിറ്റി ഉള്ള, വലിയൊരു ക്രൗഡിലേക്ക് വരാൻ കുറച്ച് മടിയുള്ള അങ്ങനത്തെ ഒക്കെ ഒരു ക്യാരക്ടറാണ് അഖിൽ NRDയുടെ. എനിക്ക് അറിയാവുന്നൊരു ക്യാരക്ടർ. അവൻ അത്ര ലൗഡല്ല, ആൾ ഭയങ്കര സട്ടിലാണ്. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു വ്യക്തിക്ക് മേ ബി നമ്മൾ എന്താ പറയുക, നമ്മളെപ്പോലെ വന്ന് എക്സ്പ്രസീവ് ആവണമെന്നില്ല, അല്ലെങ്കിൽ അങ്ങോട്ട് പൊട്ടിത്തെറിക്കണം എന്നൊന്നുമില്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ചില മനുഷ്യന്മാർ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു മനുഷ്യൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ കാര്യം സംഭവിക്കുമ്പോൾ അത് എത്രത്തോളം അവർ ആ ഒരു മാനസികാവസ്ഥ എന്നുള്ളത് ഞാൻ എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അവരോട് സംസാരിച്ച സമയത്തും ഈസ് ഓക്കെ, ബട്ട് ഉണ്ടാവുമല്ലോ ഒരു മനുഷ്യനുള്ള വിഷയങ്ങൾ ഉണ്ടാവുമല്ലോ. CCTV ഫുട്ടേജ് അതിനിടയിൽ ആരൊക്കെയോ എടുത്ത് പുറത്തിടുന്നു. ആ CCTV ഫുട്ടേജ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അവൾ പോയി, അവൾക്ക് ഇഷ്ടമുള്ള ഒരാളുടെ ഒപ്പം അവൾ പോയി. ഇതിലൊരു ബ്ലെയിം ഗെയിമിൻ്റെ സൈഡ് വരുന്നുണ്ട്. അതായത് അഖിൽ NRDയെ വൈഫ് ഉപേക്ഷിച്ച് ഒളിച്ചോടി പോകുമ്പോൾ അഖിൽ NRDക്ക് എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അഖിൽ NRDന് എന്തോ വിഷയമാണ്. ഈ പോലീസ് സ്റ്റേഷനകത്ത് ഈ പെൺകുട്ടി പോയിട്ട് മൊഴി കൊടുത്തപ്പോൾ അഖിലിന് വേറൊരു സ്ത്രീയുമായിട്ട് അല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ള രീതിയിൽ സംസാരിച്ചു എന്നുള്ള കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ വരുന്നു. കമൻറ്റ് ബോക്സിലെ കമൻറ്റുകൾ
ലൈക്ക് എന്താ പറയുക, വേറെ ആളുടെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു കമൻ്റ് ഇടുക എന്ന് പറയുമ്പോൾ ചിലർക്ക് അതൊരു ഭയങ്കര ഹരമാണ് തോന്നുന്നു. കുറേയധികം കമൻറ്റുകളുണ്ട്, അതായത് ഈ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തിയിട്ട്. ഞാൻ ആ കമൻറ്റുകൾ വെക്കുന്നില്ല. ഓക്കെ, ഞാൻ ഇവിടെ ചെയ്യാൻ വെച്ചപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ വെക്കുന്നില്ല. ഇട്ടവന്മാരിട്ട് ഞാനായിട്ട് ഇനി അതെടുത്ത് വെക്കുന്നില്ല. അതിൽ അഖിലിനെ ബ്ലെയിം ചെയ്യുന്ന ഒരു സൈഡുണ്ട്, അതിൽ പറയുന്ന വൾഗാരിറ്റിയുടെ ലെവലുണ്ട്. അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിവില്ലാത്തവൻ, എങ്ങനെ ബ്രോ എങ്ങനെ സാധിക്കുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത് അങ്ങനെയൊക്കെ കമൻ്റ് ഇടാൻ. ഒരാളുടെ ലൈഫിൽ എന്താ സംഭവിച്ചതെന്നുള്ളതിനെ കുറിച്ചൊരു ക്ലാരിറ്റി നമുക്കില്ല. ആൻഡ് ദേ സീംസ് ടു ബി എ വെരി ഹാപ്പി കപ്പിൾ. ഓക്കെ, ഈവൻ അഖിലാണെങ്കിലും പല ഇൻ്റർവ്യൂസിലും പല സിറ്റുവേഷൻസിലും വൈഫിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റും വൈഫിൻ്റെ ഒരു കോൺട്രിബ്യൂഷനെ കുറിച്ചും പറഞ്ഞിട്ടുമുണ്ട്. നിങ്ങൾ ലവ് മാരേജ് ആണോ? ലവ് മാരേജ്. എങ്ങനെയാണ് ഇത്ര ഷൈ ആയിട്ടുള്ളത്? എനിക്കത് അറിയായിരുന്നു. ഷൈ വേണ്ടല്ലോ. അവിടെ ഒരു മടി ഉണ്ടായില്ല. എവിടെ മേഘനെ കണ്ടേ? അത് എന്റെ വീടിനടുത്ത് തന്നെയാണ് വീട്. ഞങ്ങള് അത് ഈ പറഞ്ഞ ഞങ്ങൾ മിണ്ടുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെ അവളെ കണ്ടിട്ടില്ല. എനിക്ക് അവർ അച്ഛനെ കണ്ടുണ്ട്. അച്ഛനെ എനിക്കറിയാം. അപ്പൊ മിണ്ടിയതിന് ശേഷമാണ് അറിയുന്നത് ഇന്ന ആളുടെ. അല്ല, മിണ്ടണെങ്കിൽ ആദ്യം എവിടെ കണ്ടേ? സോഷ്യൽ മീഡിയയില്. ഓ, സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ട് ചാറ്റിംഗ് തുടങ്ങി. ചാറ്റ് ചെയ്തു. ഓക്കെ. പിന്നെ ഫോൺ വിളിച്ചു. അങ്ങനെ കുറച്ചുകൂടെ അടുത്തു. പിന്നെ വിചാരിച്ചു ഒരുപോലെ പോവാം. അങ്ങനെ വീട്ടിൽ പറഞ്ഞു. ആദ്യം കുറച്ച് ഇതൊക്കെ ഉണ്ടായത്, പക്ഷെ നല്ലത് പിന്നെ അവർക്ക് മനസ്സിലായി സംഭവം ഉണ്ടെന്ന്. അപ്പൊ രണ്ട് വീട്ടുകാർക്ക് ഓക്കെ ആയി. പിന്നെ അവർ സംസാരിച്ചു. ഞാൻ അവസാനം ഒരു കല്യാണത്തിൽ എത്തിച്ചു. മേഘയുടെ ക്യാരക്ടർ എങ്ങനെയാ? ഇതേപോലെ എത്ര ഇൻട്രോവേർട്ട് ആണോ? അവളും കുറച്ച് ഇൻട്രോവേർട്ട് ആണ്. അവൾ ഈ പറഞ്ഞിട്ട് ഫിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കുറെ കൂടെ ധൈര്യശാലിയാണ്. ഈ പറഞ്ഞ ഗേൾസ് കുറച്ചുകൂടെ സ്മാർട്ടാണ്, കാര്യങ്ങളൊക്കെ നല്ല ചെയ്തോളൂ. അപ്പോ മേഘ ഇപ്പഴത്തെ സൈഡിൽ നല്ല സ്മാർട്ടായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ മേഘയില് എന്തെങ്കിലും കൊണ്ട് തന്നെ മേഘ മാക്സിമം അഖിലിനെ പുഷ് ചെയ്യാൻ നോക്കുന്നുണ്ട്, ഫുൾ ബാക്ക് സപ്പോർട്ട് നൽകിക്കൊണ്ട്, അല്ലേ? ആ ഒരു എനർജി ലെവലിലാണ് അഖിൽ എനിക്കിപ്പോ തോന്നുന്നു കുറച്ചും കൂടെ ഒന്ന് ബൂസ്റ്റ് ആവാൻ പറ്റും, അല്ലേ, ആവാൻ പറ്റുന്നത്. ഒരു സോഷ്യൽ മീഡിയ സ്പേസിലും അഖിൽ ഇന്നേ വരെ ഇവർ തമ്മിലൊരു ഇഷ്യൂ ഉണ്ടെന്നോ അല്ലെങ്കിൽ വൈഫിൻ്റെ ഒരു കോൺട്രിബ്യൂഷനെ കുറിച്ച് പറയാതിരിക്കുകയും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഈവൻ ആ കുട്ടിയാണെങ്കിൽ പോലും പല സാഹചര്യങ്ങളിലും അഖിലിൻ്റെ കൂടെ ഇപ്പോൾ മൂവി ഇറങ്ങിയ സമയത്താണെങ്കിൽ പോലും ആളുകൾ മീഡിയ ഒക്കെ ചോദിക്കുന്ന സമയത്ത് അവരൊരു പരസ്പരം കോൺട്രിബ്യൂട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന പോലെയാണ് നമുക്ക് കണ്ടതും ഫീൽ ചെയ്തതൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞു, മനുഷ്യന്മാരാണ്. റിയൽ ലൈഫിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു ഓഡിറ്റൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ ഓബിയസ്ലി അഖിലിൻ്റേതായുള്ളൊരു സൈഡ് ഉണ്ട്. ബട്ട് ആ അഖിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഭയങ്കരമായിട്ട് അഖിലിനോടുള്ള റെസ്പെക്റ്റ് എനിക്ക് വരെ കൂടുതലാണ്. ഞാൻ വിളിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ അവനെ ഇവിടെ കുഴപ്പമില്ല, വീട് സീനൊന്നുമില്ല. പിന്നെ സോഷ്യൽ മീഡിയ അറിയാമല്ലോ, ഇറ്റ് കംസ് ഇറ്റ് ഗോസ്, അത്രേ ഉള്ളൂ. ഇപ്പം ഞാനാണെങ്കിലും ചിലപ്പോൾ ഒരു വീഡിയോ ചെയ്യും, ബട്ട് യു ഹാവ് ടു ബി, എന്താ പറയുക, നീ സ്ട്രോങ് ആയിട്ടിരിക്കുന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അവനെടുക്കുന്നൊരു സെൻസ് ഉണ്ട്. അളിയ സംസാരിക്കുന്നവർ സംസാരിച്ചോട്ടെ, ബട്ട് അവളെ ആരും ഒന്നും പറയരുത്. ബിക്കോസ് അവൾ ചെയ്യാനുള്ളത് അവൾ ചെയ്തു, ദാറ്റ്സ് ഇറ്റ്. അവൾക്കത് റൈറ്റായിട്ട് തോന്നിയ ആ സിറ്റുവേഷനിൽ അവൾ ചെയ്തു. ഇത്രയും വർഷം പ്രണയിച്ച ഒരാളെ വെറുതെ എങ്കിൽ പോലും 10 ആൾ കുറ്റം പറയുന്നതോ ചീത്ത പറയുന്നതോ എനിക്ക് അങ്ങനെ കേൾക്കാനോ കാണാനോ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ സോഷ്യൽ മീഡിയയ്ക്കൊന്നും വരുന്നില്ല കുറച്ച് ടൈമിന്. സംഭവിച്ചു, ഐ വിൽ റിക്കവർ, ഞാൻ തിരിച്ചു വരും. പിന്നെയെന്ന് പറഞ്ഞാൽ ഒന്നും ഒരു എൻഡല്ല, ഒക്കെ അടുത്തൊരു ഓപ്ഷൻ നമുക്ക് തരികയാണ്. ലൈഫാണ്, ടേക്ക് അനദർ ഓപ്ഷൻ, അടുത്തൊരു ചോയ്സ്, അടുത്തൊരു ഓപ്ഷൻ എടുക്കുക, മൂവ് ഓൺ, ദാറ്റ്സ് ഇറ്റ്, അത്രയേ ഉള്ളൂ. ഇതെന്താ പറയുക, ഇത് പറയുമ്പോൾ ചിലർക്ക് ഫീൽ ആവും. ബട്ട് ഞാൻ പറയുന്നത് ഹാർഡായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടോ എന്നുള്ളത് അസസ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ കുട്ടിയുടെ താല്പര്യമാണ് ആരൊപ്പം പോകണ്ട എന്നുള്ളത്. പലരും ഈ ബസ് കണ്ടക്ടറുടെ കൂടെ പോയത് എന്തിനാ, അഖിൽ NRDൻ്റെ മറ്റത് മറിച്ച്. പക്ഷേ ആ കുട്ടിക്ക് ബസ് കണ്ടക്ടറെയാണ് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ അയാളുടെ പ്രൊഫഷൻ വെച്ച് അയാളെ തള്ളിപ്പറയേണ്ട കാര്യമില്ല. അയാളുടെ ലുക്സ് വെച്ച്, അയാളുടെ ഫോട്ടോ ഒക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്, അതൊക്കെ വെച്ചിട്ട് അയാളെ തള്ളിപ്പറയേണ്ട ഒരു ആവശ്യമുണ്ടോ? അല്ല, ഞാൻ സീരിയസ് ആയിട്ട് ഇനിയിപ്പോൾ അയാൾക്ക് അറിയുമോ തന്നെ നമുക്കറിയില്ല. ഇത് അഖിൽ NRDയുടെ ഭാര്യ അല്ലെങ്കിൽ അത് എന്താണെന്നുള്ളത് നമുക്കറിയില്ല. അവർ രണ്ടുപേരും തമ്മിൽ, ആ അഖിൽ NRDയുടെ ഈ മേഘ എന്ന് പറഞ്ഞ കുട്ടിയും കണ്ടക്ടറും തമ്മിൽ ലൈക്ക് റിലേഷൻ എങ്ങനെയായേ, എത്ര ഡെപ്തിലാണ് അത് പോകുന്നത്, അതിനെക്കുറിച്ചൊന്നും നമുക്കൊരു ഐഡിയ ഇല്ല. ബട്ട് അവിടെയും പ്രശ്നം എന്താ പറയുക, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നമ്മൾ മാറിപ്പോകുമ്പോൾ, ഇതൊരു ബ്ലെയിം അല്ല ഞാൻ പറയുന്നത്, ബട്ട് ഒരു റിയൽ മെച്യൂർ തിങ് മനസ്സിലാക്കേണ്ടത്, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, നമ്മൾ എന്താണെങ്കിലും ഈ റിലേഷൻ കട്ട് ചെയ്യുകയാണ്. ഒരു റിലേഷൻ കട്ട് ചെയ്യാൻ തീരുമാനിച്ചു, ഇവിടെ നിയമപരമായിട്ട് ഡിവോഴ്സ് എന്ന് പറയുന്ന സാധനമുണ്ട്. വീട്ടുകാരോട് സംസാരിക്കുക, ഓക്കെ, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ച് അതിന് ഏറ്റവും മോസ്റ്റ് റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ഒരു ബന്ധത്തിന് പറ്റില്ല. അല്ലെങ്കിൽ അത്രയും ടോക്സിക് ആയിട്ടുള്ള റിലേഷനോ അല്ലെങ്കിൽ നിങ്ങൾ
തീർന്നു പോകുന്ന റിലേഷനിൽ നിന്ന് നിങ്ങൾ ഓടി രക്ഷപ്പെടുന്നത് നമുക്ക് വീണ്ടും അത് ഡൈജസ്റ്റ് ആവും. എൻ്റെ അറിവിൽ ഞാൻ അറിഞ്ഞിടത്തോളം അങ്ങനത്തെ ഒരു ടോക്സിസിറ്റി ഒന്നും ഇതിനകത്തുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അറിഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ കണ്ടിട്ടും കേട്ടിട്ടുമില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരാളെ ഒന്നും അല്ലാതാക്കിയിട്ട് അയാളെ സൊസൈറ്റിയുടെ മുന്നിൽ സൊസൈറ്റിയിലെ കുറേ ആളുകൾ അയാളെ ബ്ലെയിം ചെയ്യുന്ന പോലെ, നീ കഴിവുകെട്ടവനാണ്, നീ ഒന്നും നിനക്ക് പറ്റിയോ, നിൻ്റെ കാര്യമായിട്ട് അങ്ങനത്തെ ഒക്കെ കേൾക്കേണ്ടി വരും ഒരാണ്. ഓക്കെ, ഒരാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഇതുപോലെ ഇട്ടിട്ട് അങ്ങോട്ട് ഓടി പോകുമ്പോഴൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇവിടെ നിയമപരമായിട്ട് ഡിവോഴ്സ് കൊടുത്തിട്ട് വളരെ മാന്യമായിട്ട് പറഞ്ഞിട്ട് തീർത്തിട്ട് പോയാൽ പോരെ. എന്തിനാണ് ഈ ഓടിപ്പോക്ക്? അങ്ങനെ ഓടിപ്പോകാൻ മാത്രം ഞാൻ നേരത്തെ പറഞ്ഞതൊരു വലിയ ബോംബ് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും എന്തെങ്കിലും നിങ്ങൾക്ക് ന്യായീകരിക്കാമെന്ന് വിചാരിക്കാം. അഖിലിൻ്റെയൊക്കെ സിറ്റുവേഷനിൽ ലൈക്ക് ഒരു പക്ഷേ അയാളോട് എന്ത് പറയാനും എന്നോട് അത്രയും സ്നേഹിച്ച ഒരാളല്ലേ, മേ ബി അവർക്ക് വേറെ സൈഡ് പറയാണ്ടെങ്കിലും ഉണ്ടാവുണ്ടോ, ഞാൻ ഇല്ലയെന്ന് പറയുന്നില്ല, ബിക്കോസ് അവരുടെ സൈഡ് നമ്മൾ കേട്ടിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞത് മാത്രമേ അറിയൂ. ഓക്കെ, പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു എന്ന് പറയപ്പെടുന്ന കാര്യം കമൻറ്റ് ബോക്സിൽ വരുന്നത് മാത്രമേ നമുക്കറിയാൻ പാടുള്ളൂ. അത് അവരുടെ വേർഷൻ തന്നെയാണോ എന്നറിയില്ല. ഇതിപ്പോൾ ഞാൻ അഖിലിനോട് ഡയറക്റ്റ് സംസാരിച്ചുകൊണ്ടാണ് ഞാൻ കാര്യം പറഞ്ഞത്. ഒരാളെ ഒരു റിലേഷനിൽ നിന്ന് മാറിപ്പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ വ്യക്തി നമ്മൾ അത്രയും സ്നേഹിച്ചതല്ലേ, അല്ലെങ്കിൽ അത്ര കാലം നമ്മളൊപ്പം ഉണ്ടായിരുന്നതല്ലേ എന്നുള്ളൊരു റെസ്പെക്റ്റ് കൊടുത്തിട്ട് പോകുക എന്നുള്ളതൊരു ദാറ്റ് ഈസ് എ ബേസിക് തിങ്, വെരി ബേസിക് തിങ് അല്ലേ. ഞാൻ ആലോചിക്കുന്നത് എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും ഈ അഖിൽ NRD എന്ന് പറഞ്ഞൊരു മനുഷ്യൻ, ഒരാണെന്ന് തന്നെ പറയാം, എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും, എന്തൊക്കെ രീതിയിലുള്ള കമൻറ്റുകളും സോഷ്യൽ മീഡിയ ഓഡിറ്റിങ്. ഈ പെണ്ണും ഫേസ് ചെയ്യേണ്ടി വരും, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. കംപ്ലീറ്റ്ലി ആ പെണ്ണിനെ അടച്ചങ്ങോട്ട് മറ്റേതാക്കി പറയുന്നല്ല, എനിക്ക് എല്ലാവരെയും പോലെ അങ്ങനെ ഞാൻ പറയൂല. ഓക്കെ, ഷീ മൈറ്റ് ബി ഹാവിങ് ഹെർ ഓൺ എന്തെങ്കിലുമൊക്കെ അവർക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവർക്കുണ്ടാവും. ബട്ട് എത്ര ന്യായീകരിച്ചാലും എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും എൻഡ് ഓഫ് ദ ഡേ ഇവിടെ ഡിവോഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉള്ളപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ മുഖങ്ങളാണെന്നും ഇങ്ങനൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നാളെ നിങ്ങളടക്കം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ കൂടുതൽ ആൻഡ് നിങ്ങളും ഒരു പരിധി വരെ നാളുകളിൽ ഇത് പബ്ലിക്കിന് മുന്നിൽ എന്തെങ്കിലും പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് ഡ്രാഗ് ചെയ്ത് വരുന്നുള്ളതൊക്കെ ഒരു നേരം ചിന്തിച്ചിട്ട് ചെയ്യുക എന്നുള്ളതൊരു മാന്യതയാണ്. ഓക്കെ, അതുമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നാട്ടിൽ ഞാൻ അഖിൽ ഞെട്ടിപ്പോയത്, അഖിലിന് ഇപ്പോൾ ഞാൻ ഞെട്ടിപ്പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നമുക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചാലൊക്കെ നമ്മളെ നാട്ടിൽ കുറേ തെണ്ടികളുണ്ടാവും ഇതേപോലെ വോയിസൊക്കെ എടുത്തിട്ട് പരത്തി വിടാൻ വേണ്ടിയിട്ട്. അതായത് നമ്മളെക്കുറിച്ച് ഇതുവരെ ചെയ്യാത്തതോ പറയാത്തതോ കാണാത്തതുള്ള ഐറ്റങ്ങളൊക്കെ എടുത്തിട്ട് ഇവന്മാർ പരത്തി അങ്ങോട്ട് വിടും. അങ്ങനത്തെ മഹാമാരി ഉള്ളതുകൊണ്ട് അവരെല്ലാ നാട്ടിലും ഉണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട് അങ്ങനെ കുറേ എണ്ണങ്ങൾ. അത് ഇവിടെയുണ്ട്. വെരി അൺഫോർച്ചുനേറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഖിൽ എവിടെയും ഒരു സ്ഥലത്ത് പോലും അഖിലിൻ്റെ ഇൻസെക്യൂരിറ്റീസിനെ കുറിച്ചിട്ട് പറയുമ്പോൾ പോലും വൈഫിൻ്റെ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണെന്നൊക്കെ പറയുന്നൊരു വ്യക്തിയാണ്. ഇപ്പൊ ബ്രോന്റെ ജീവിതത്തിലാണെങ്കിൽ ഇപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഭയങ്കരമായിട്ട് ഒരു ഹൈപ്പ് വന്നൊക്കെ പറയുന്നുണ്ട്, ലക്ക് എന്ന് പറയും. അപ്പൊ അതേപോലെയാണ് ഇപ്പൊ സിനിമയിലേക്ക് വന്നതൊക്കെ. എങ്ങനെയാണ് വൈഫിനെ കുറിച്ച്, എങ്ങനെ സപ്പോർട്ടീവ് ആണോ കാര്യങ്ങൾ? വൈഫ് സപ്പോർട്ടാണ്, വൈഫ് സപ്പോർട്ട് ചെയ്യുമല്ലോ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് തന്നെയാണ്. വീഡിയോസ് എടുക്കാനും എല്ലാം സപ്പോർട്ടാണ്. സിനിമയ്ക്കായാലും അവളാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട്. കല്യാണം 3 വർഷമായില്ലേ? അല്ല, 2 കൊല്ലം ആവുന്നുള്ളൂ. ഓക്കെ, ഇത് ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായി വൈഫിനെ പ്ലേസ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നൊരു വ്യക്തി. വൈഫാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ അതും കൂടി വെച്ചില്ല, വൈഫാണെങ്കിലും അവരും സെയിം, അവരും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ രണ്ടും ഒരുമിച്ച് ഇനി ഏതെങ്കിലും സിനിമയിൽ വരണമെന്ന് ആഗ്രഹമുണ്ടോ? അതിൽ വരുമായിരിക്കും. ചേച്ചിക്ക് അങ്ങനത്തെ ആഗ്രഹമുണ്ടോ? ചേച്ചിക്ക് ആഗ്രഹമില്ല, ചേട്ടനാണ് ആഗ്രഹം. അപ്പോൾ നടക്കട്ടെ. അതെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ. ചേച്ചി ആദ്യമായിട്ട് ചേട്ടന്റെ സ്ക്രീനിൽ കാണുന്നല്ലേ, വലിയ ബിഗ് സ്ക്രീനില്? എങ്ങനെയുണ്ടായിരുന്നു ചേട്ടന്റെ? ഇഷ്ടമല്ലേ? കണ്ടല്ലോ. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും ഇവർ രണ്ടുപേരും ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്ത് പോയിരുന്നൊരു സ്പേസാന്നുള്ളത് ഈ കുട്ടി ഒന്ന് ചിന്തിക്കേണ്ടിയിരുന്നു. കാരണം നാളെ ഞാൻ പറഞ്ഞല്ലോ, ഇന്നും നാളെയൊക്കെ ആയിട്ട് ഇവൻ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു തരം ബുള്ളിങ് ഉണ്ട്. ഇപ്പോൾ എത്ര നമ്മൾ വന്നിരുന്നിട്ട് അഖിലിൻ്റെ വശം പറഞ്ഞാലും കണ്ണടച്ചുകൊണ്ട് വന്നിട്ട് മറ്റേ ചോദ്യം ഭയങ്കര സീനാണ്. അവനെ കൊണ്ട് പറ്റായിട്ടല്ലേ, കഴിവില്ല, ഇതൊരുമാതിരി കമൻ്റാണ് അവസാനം. അത് ഫേസ് ചെയ്യുക ഒരാണ് ലൈഫിൽ പ്രത്യേകിച്ച് അത് ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരിക എന്ന് പറയുന്നുണ്ടല്ലോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഐറ്റമാണത്. ആ ഒരു അവസ്ഥയ്ക്ക് ഇവനെ വെച്ച് കൊടുത്ത് ആ രീതിക്ക് പോയതിൽ അതിലെനിക്കും പേഴ്സണലി ഭയങ്കര
വിഷയമുണ്ട്. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇത് കുറച്ചും കൂടെ അഖിലിനൊക്കെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി മെച്ചുവറായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ലൈഫിൽ. ഞാൻ പറഞ്ഞല്ലോ, അവൻ കുറച്ച് ഈ പറഞ്ഞ പോലെ ഇൻട്രോവേർട്ടാണ്, കുറച്ചധികം ഇൻട്രോവേർട്ടാണ്. അത് വിചാരിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരാളും കൂടി എങ്ങനെ അവർ സർവൈവ് ചെയ്യുക എന്നുള്ളതൊക്കെ ടാസ്ക്കാണ്. അതിൻ്റെ ഒപ്പം നിൽക്കുക എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. പിന്നെ ഈ ബ്ലെയിം ഗെയിം, എഗെയിൻ ഈ ബ്ലെയിം ഗെയിമിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാനാണെങ്കിലും വന്ന് പറഞ്ഞത് ഒരു ഡിവോഴ്സ് കൊടുത്ത് പോയപ്പോൾ എന്തിനീ ഒളിച്ചോട്ടെന്ന് ചോദിക്കുമ്പോൾ നാളുകളിൽ ഇനി ഇവർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ കുട്ടി വരും, കുട്ടി വന്നിട്ട് ആ കുട്ടിയുടെ ഒരു വേർഷൻ പറയും. അപ്പോഴും ഇത് ഡ്രാഗായി ഒരു ലൂപ്പ് പോലെ ഈ സാധനം ഇങ്ങനെ വരും, സോഷ്യൽ മീഡിയയിൽ ഇതിങ്ങനെ കിടക്കും. പറ്റില്ല എന്നൊക്കെ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആദ്യം മുതലേ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാറിപ്പോവാനും. വീട്ടുകാരാണെങ്കിൽ പോലും, ഞാൻ ചില വീട്ടുകാരെ കണ്ടിട്ടുണ്ട് ഒന്നും സമ്മതിച്ചു കൊടുക്കാത്ത, കല്യാണം കഴിച്ച് വിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആണിനെയും പെണ്ണിനെയും വീട്ടിൽ നിന്ന് അങ്ങോട്ട് നടതള്ളുന്ന പോലത്തെ അങ്ങനത്തെ ഫാമിലീസും അല്ല എൻ്റെ അറിവിൽ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ പറയാൻ പറ്റുന്ന എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അച്ഛനും അമ്മയും പാരൻസും കാര്യങ്ങളും വീട്ടിലെ ആംബിയൻസും ഒക്കെ അങ്ങനെയാണ് ഇവർക്കൊക്കെ. ബട്ട് സ്റ്റിൽ വൈ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ എടുത്തു എന്നുള്ളൊരു സംഗതി, അതൊരു ഞാൻ പറഞ്ഞല്ലോ, അതാണ് എനിക്കൊക്കെ ഇതിനകത്ത് ഭയങ്കരമായിട്ട് ഇതിൻ്റെ ഒരു കാര്യം. കാരണം ഇതിങ്ങനെ ഇത്രയും ഇതിലായിട്ട് ഇവനെ ഈ അവസ്ഥയ്ക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു കാര്യമുണ്ടല്ലോ, അത് ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ അവൻ ഇരിക്കുന്നതൊക്കെ, അതാണ് നമ്മളെ സങ്കടം. ആരോടാ മനസ്സ് തുറക്കാറ്? ഞാൻ എന്നോട് തന്നെ മനസ്സ് തുറക്കാറില്ല അങ്ങനെ കൂടുതലായിട്ട്. ഇപ്പോൾ എൻ്റെ വൈഫിൻ്റെ അടുത്ത് കാര്യങ്ങൾ തുറന്നു പറയും. അല്ലാതെ വീട്ടിൽ അമ്മ അച്ഛനും ഈ ഇടയ്ക്ക് ഇതൊക്കെ പറഞ്ഞു, അമ്മ എനിക്ക് ഇതുപോലെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് അങ്ങനെ മറച്ചു വെക്കാൻ പറ്റത്തില്ല. ഇതുപോലെ ഞാൻ അച്ഛനടുത്ത് പറഞ്ഞു, ഇന്നലെ വിളിച്ചപ്പോഴും പറഞ്ഞു, അച്ഛാ ഇതുപോലെ എനിക്ക് ഇതുപോലെ വേറെ നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അച്ഛൻ പറയട്ടെ, നല്ല അവിടെ സ്റ്റേജിലൊക്കെ കയറുമ്പോൾ നല്ല ഇതുപോലെ അച്ഛൻ എനിക്ക് പറ്റത്തില്ല, എനിക്ക് ഇങ്ങനെ പറ്റത്തുള്ളൂ. അപ്പോൾ ആ രീതി നിൽക്കുവാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, ഞാൻ കുറച്ചുകൂടെ ടെൻസ്ഡ് ആവും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാനായിട്ട് ഇന്ന് ഈ പറഞ്ഞ പ്രോഗ്രാംസിലൊക്കെ കുറേ ഇരുന്നപ്പോൾ എനിക്ക് വലിയ പ്രശ്നമില്ല, കൂളാണ്. ഞാൻ ഉദ്ദേശിച്ച ഒരു കൂൾ, എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ സംസാരിക്കുന്ന കാര്യത്തിലൊക്കെ. ഡെസ്പായിട്ടിരിക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ എങ്ങനെയാ അതിനെ ഒന്ന്, കാരണം യാത്ര അധികം ചെയ്യാറുമില്ല എന്ന് പറഞ്ഞു, അപ്പൊ എങ്ങനെയാണ് അതിനെ ഒന്ന് ഓവർകം ചെയ്യുന്നത്? എന്ത് ചെയ്യും? ഞാൻ ഈ ഇടയ്ക്ക് ചെയ്യുന്ന ഞാൻ പോയി സിനിമയും കാണും. സിനിമ കണ്ട് 2 മണിക്കൂറുണ്ട്, ഏതെങ്കിലും നല്ല സിനിമ കാണും, കണ്ടു കഴിയുമ്പോൾ പിന്നെ മൈൻഡ് കൂളാവും. ഓക്കെ, ഇപ്പൊ സിനിമയാണ് ഏകദേശം ഒരു ഹോബി ആയിട്ട് കാണുന്നത്. ഇതെന്താ പറയുക, കുറേ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾക്ക് കണക്റ്റ് ആവുകൂടി ലൈഫിൽ. കുറേ ഇൻട്രോവേർട്ടായിട്ട് നിന്ന ടൈമിലൊക്കെ, ഞാൻ നല്ല ഇൻട്രോവേർട്ടായി നിന്ന ടൈമൊക്കെ എനിക്കുണ്ട്. പക്ഷേ നമുക്ക് ഭയങ്കര സീനാണ്, നമ്മളെ തന്നെ ഹീൽ ചെയ്യുക എന്നുള്ള ഒരു പരിപാടി നമുക്കുള്ളൂ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആർക്കും വരാതിരിക്കട്ടെ. പിന്നെ എസ്പെഷ്യലി ഇതേപോലെ പേഴ്സണൽ ലൈഫ് ആർക്കും ഇതൊക്കെ സംഭവിക്കാം. ഓക്കെ, അപ്പോൾ ആ സംഭവിക്കുക എന്നുള്ളത് മനസ്സിൽ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബ്ലെയിം ഗെയിം അടിക്കുക. പിന്നെ എന്തിനാണ് ഒരാളുടെ ലൈഫിൽ ഭാര്യ പോയി വിചാരിച്ചിട്ട് അയാളുടെ ജീവിതം അവസാനിക്കത്തില്ലല്ലോ, അല്ലെങ്കിൽ അവൻ മാത്രമാണ് തെറ്റുകാരൻ, അല്ലെങ്കിൽ അവൾ മാത്രം, അതൊക്കെ നമുക്ക് എത്താനും പറ്റില്ല പെട്ടെന്നൊന്നും. ഓക്കെ, പിന്നെ ഇപ്പോൾ ഈ ഒപ്പം പോയ ആ ബസ് കണ്ടക്ടറെ, അയാളെ പ്രൊഫഷൻ പറഞ്ഞാൽ അയാളെ ഭയങ്കരമായിട്ട്, ബസ് കണ്ടക്ടർമാർ ഇങ്ങനെയാണ്, പണ്ട് മുതലേ ബസ് കണ്ടക്ടർമാർക്ക് ഒരു കഴിവുണ്ട് പെണ്ണുങ്ങളെ വളയ്ക്കാൻ. ബസ് കണ്ടക്ടർ എന്തോന്നാണ് ഇത്? എടേ, ഒരു ബസ് കണ്ടക്ടറെ പൂവാലുണ്ടാകൊന്നും ഈ നൂറ്റാണ്ടിലും പോയിട്ടില്ലേ? അപ്പോൾ ചോദിക്കും ഇപ്പം എങ്ങനെ ഇവള് പോയപ്പോൾ ഇത് പൂവാലല്ലേ എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം. എടാ, അത് ഏതെങ്കിലും ഒരുത്തനുണ്ടെങ്കിൽ, അതിപ്പോൾ എല്ലാ പ്രൊഫഷനിലും ഉണ്ടാവില്ലേ ഇങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ ആൾക്കാർ, അതായത് ഇതേപോലെ റിലേഷനായിട്ട് അല്ലെങ്കിൽ വേറൊരാളെ ചാടിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായി നടന്നിട്ടുണ്ടാവും. അപ്പോൾ ആ പ്രൊഫഷണൽ എല്ലാവരും അങ്ങനെയെന്ന് പറയാൻ പറ്റും, പറഞ്ഞിട്ടുണ്ടോ? അയാൾക്ക് നല്ല കിട്ടല. എന്താണ് അവരുടെ സൈഡിൽ നിന്നും ആ സംഗതി നമുക്കറിയില്ല. ഞാൻ പറഞ്ഞ, എനിക്ക് അഖിലിൽ നിന്ന് കിട്ടിയതും, അഖിൽ എന്ന് പറഞ്ഞ വ്യക്തി എങ്ങനെയാണ് വീട്ടിൽ അല്ലെങ്കിൽ എങ്ങനെയാണ് അവൻ്റെ റിയൽ ലൈഫിൽ എന്നുള്ളത് അറിയുന്നത് കൊണ്ടുമാണ്. എന്തെങ്കിലുമൊക്കെ ഭയങ്കര സീൻ പരിപാടിയാണെന്നുണ്ടെങ്കിൽ ഇത് കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒളിച്ചോട്ടം എന്നുള്ളൊരു ഓപ്ഷൻ അവരെടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും അതൊരു ന്യായീകരിക്കുന്ന പോലെ, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയോ അവർക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇത് അഖിലിനെ സംബന്ധിച്ചിടത്തോളം അഖിൽ അങ്ങനെ ഒരു വ്യക്തിയല്ല എന്നുള്ളതാണ് എൻ്റെ 100% ഉറപ്പ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെപ്പോഴും കാണുന്നതോ അല്ലെങ്കിൽ സംസാരിക്കുന്നതോ റെഗുലർ ബേസിൽ ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. അങ്ങനെ ആണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മളെ ജഡ്ജ്മെൻറ്റ് തെറ്റാറുണ്ട്. ബട്ട് എനിക്കറിയുന്ന ഒരു അഖിൽ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സംസാരിച്ചതൊക്കെ വെച്ചിട്ട് അവനോട് കാര്യങ്ങൾ പറഞ്ഞ് വളരെ മെച്യൂറായിട്ടുള്ളൊരു സെപ്പറേഷൻ പ്രോസസ്സിലേക്ക് പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ അവനും ഇന്ന് ഈ അവസ്ഥയിലെത്തില്ലായിരുന്നു. അത് ഒരാളെ സിനിമ ഇറങ്ങി ആ സിനിമ നന്നായിട്ട് ഓടിയില്ല. സിനിമയ്ക്ക് കുറേ വിഷയങ്ങളും ഒക്കെ സംഭവിക്കാം, മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ പല സാധനങ്ങളും വരാമല്ലോ. അങ്ങനൊരു സിറ്റുവേഷനിലും കൂടി ഇരിക്കുമ്പോൾ ഇതൊരുമാതിരി തലക്കിട്ടുള്ള അടിയായി പോയിട്ടുള്ളൊരവസ്ഥയാണ്. സർവൈവ് ചെയ്യട്ടെ, രക്ഷപ്പെട്ട് വരട്ടെ എന്ന്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഓബ്വിയസ്ലി ഇനി അടുത്തൊരു സൈഡ് എന്താണെങ്കിലും വരാതെ പോവില്ല. കാരണം ഇത്രയൊക്കെ ചർച്ച ചെയ്യുമ്പോൾ എന്താണെങ്കിലും അവിടുന്ന് ഒരു സൈഡ് വരാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. നാളുകളിൽ ചിലപ്പോൾ അവരൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഒരു വ്ളോഗ് പോലെ വന്നിട്ട് ഞാൻ എന്തുകൊണ്ട് ഒളിച്ചോടി എന്നുള്ള കഥകളൊക്കെ പറഞ്ഞു വരും.
എഗെയിൻ അപ്പോൾ ഈ ലൂപ്പ് ഇനിയും കണ്ടിന്യൂ ചെയ്യും മനുഷ്യന്മാരുടെ ജീവിതത്തിൽ. അതും എസ്പെഷ്യലി സോഷ്യൽ മീഡിയയിൽ ഒരു സെലിബ്രിറ്റി ഫേസ് ആയിട്ടോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ലൈഫൊക്കെ കാണിച്ചിട്ടും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ളവർക്കൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണെന്നുള്ളത് ഇന്നെവിറ്റബിൾ സോഷ്യൽ മീഡിയയിലുള്ളവർക്ക്. അത്രയേ ഉള്ളൂ, വേറൊന്നും പറയാനില്ല.